കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ വചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം അനുവദിച്ചുവല്ലോ. കാലാവസ്ഥ പ്രതികൂലമാണ്, സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ് എങ്കിൽ തന്നെയും അതിന്റെ മധ്യത്തിൽ അല്പസമയം ദൈവസേനയിലായിരിക്കുന്നത് എത്രയോ അഭികാമ്യമാണ്. ദൈവവചനത്തിന്റെ മുമ്പാകെ നാം ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ധാരാളമായിട്ട് സംസാരിക്കുവാൻ ഇന്നും ഇടവരുത്തുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റോമാലേഖനം 6-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നാം വന്നെത്തിയിരിക്കുന്നത്. വിശുദ്ധീകരണം എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ ലഭ്യമാകുന്ന ഒരു അധ്യായമാണ് 6-ാമത്തെ അധ്യായം എന്ന് പറയും. 3 പ്രധാനപ്പെട്ട വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ അധ്യായത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നേറുവാനായിട്ട് ഒന്നാമതായിട്ട് പൗലോസ് നമ്മളോട് ആജ്ഞാപിക്കുന്നത്, നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. യു ഷുഡ് നോ ഹൂ യു ആർ. നിങ്ങൾ ആരാണ് എന്നുള്ള അറിവ്, നിങ്ങൾ ആരിലായിരിക്കുന്നു, ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എപ്രകാരം ഇരിക്കുന്നു, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേദലിനെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്, ആ തിരിച്ചറിവ് വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മെ മുന്നോട്ട് നയിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണുക. കൺസിഡർ യുവർസെൽഫ്. നിങ്ങളെ തന്നെ എണ്ണുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റം എന്താണ്, ക്രിസ്തുവിൽ ആയിത്തീരുന്നത് നിമിത്തം ലഭ്യമാകുന്ന അനുഗ്രഹീതമായിട്ടുള്ള പദവികൾ എന്താണ്. നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, നാം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. മാത്രമല്ല പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും നമ്മെ വിടുതൽ നൽകിയിരിക്കുന്നു. ഇനി പാപത്തിന് അടിമയായിട്ട് ജീവിക്കുവാനുള്ള ആവശ്യമില്ല. നാം പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. ഈ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ സ്വന്തമാക്കി തീർക്കുക, അത് ആ നിലയിൽ എണ്ണുവാൻ ആവശ്യമാണ്. എന്നാൽ അതിന്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സമർപ്പിക്കുക എന്നുള്ളതാണ്. പ്രായോഗിക വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അനുദിന വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ അത് മുന്നേറുവാനായിട്ട് അനുദിനം സമർപ്പിക്കുക എന്നുള്ളത് ഏതൊരു ദൈവവേദലിനെ സംബന്ധിച്ച് ആവശ്യമുള്ള കാര്യമാണ്. അത് അനിവാര്യമായിട്ടുള്ള കാര്യം. ആ വിഷയം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരു അടിമ അല്ലെങ്കിൽ ബോൺ സ്ലേവ്, ദാസൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അടിമയുടെ ഉദാഹരണം എടുത്തിട്ട്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാപത്തിന് ദാസന്മാരായിരുന്നു അല്ലെങ്കിൽ അടിമകളായിരുന്നു, നിങ്ങൾ ബോൺ സർവൻസ് ആയിരുന്നു. അത് നിങ്ങളുടെ യജമാനനായിരുന്നു. നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ പാപത്തിന്റെ ആ യജമാനന് അനുസരിച്ച് ഉള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു, നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ പാപത്തിന് ഇനി അടിമയായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. യേശു കർത്താവ് നിങ്ങളെ സ്വതന്ത്രരാക്കി. പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്ന്, അതിന്റെ അധികാരത്തിൽ നിന്ന്, സകല ബന്ധനങ്ങളിൽ നിന്നും ഒരു വിശ്വാസിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും എന്തിന്റെ ആവശ്യമില്ല, പാപത്തിന് അധീനരായിട്ടിരിക്കുവാൻ ആവശ്യമില്ല. എന്നാൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിന്റെ അടിമത്വത്തിലേക്ക് വന്നിരിക്കുക. ഒരു സ്ലേവറിയിൽ നിന്ന്, പാപത്തിന്റെ സ്ലേവറിയിൽ നിന്ന് ക്രിസ്തുവിന്റെ അടിമ എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ഇത് നാം അറിഞ്ഞ് പ്രായോഗികമായിട്ട് ആ വിശുദ്ധീകരണത്തിൽ മുന്നേറുവാനായിട്ട് സമർപ്പിക്കുവാൻ ആവശ്യമുണ്ട്. ഈ ഭാഗത്തിൽ നിങ്ങൾ വായിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അവയവങ്ങളെ നിങ്ങൾ സമർപ്പിക്കണം. ഇനി നിങ്ങൾ അനീതിക്ക് ദാസന്മാരായിട്ട് സമർപ്പിക്കരുത്. അങ്ങനെ അനേക നീതിക്ക് അടിമകളായിട്ട് നിങ്ങളെ സമർപ്പിക്കുക എന്നുള്ള ആ കീവേഡ് 15-ാം വാക്യം മുതൽ തുടർമാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും നാം പരാജയപ്പെടുന്ന ഒരു മേഖലയാണ്. എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം സ്ഥാനീയമായിട്ട് പൊസിഷണലി സാങ്ക്ടിഫൈഡ് ആണ്. യേശുക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരാണ്. അത് പൂർണ്ണ അളവിൽ സ്ഥാനീയമായിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിനകത്ത് ഒരു കുറവും ഇല്ല. എന്നാൽ പലപ്പോഴും അതിൽ തൃപ്തിപ്പെട്ട് മുന്നോട്ട് നാം ജീവിക്കാറുണ്ട്. പ്രായോഗിക വിശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് കൽപ്പിക്കാറുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത്
പലപ്പോഴും പ്രായോഗിക വിശുദ്ധീകരണത്തിന്റെ പാതയിലെ അതിന്റെ പൂർത്തീകരണത്തിൽ പരാജയങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആരോ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അത് പുറമേയുള്ള കാര്യമാണ്, അത് മതപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള ചിന്താഗതികൾ ഒരുപക്ഷെ വിശുദ്ധീകരണത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മളെ മുന്നോട്ടടിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വ്യക്തിപരമായിട്ട് വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നേറണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കറിയാം. ദൈവഭയത്തിൽ നിങ്ങൾ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. പലപ്പോഴും 7-ാം അധ്യായം തുടങ്ങുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു ഐസൊലേറ്റ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വാക്യമായിട്ട് ചിന്തിക്കാറ്. എന്നാൽ അത് ഒറ്റപ്പെട്ട വാക്യമല്ല. 7-ാം അധ്യായം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പൊ ഇത് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ഏത് വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്? അതിന്റെ മുന്നിലെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരിൽ വസിക്കുന്നു. 6-ന്റെ 16-ാമത്തെ വാക്യം. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുന്നു, അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും. വീണ്ടും 17-ാമത്തെ വാക്യം, നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ഇത് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട്. എന്ത് വാഗ്ദത്തമാണ്? ദൈവം നമ്മിൽ വസിക്കുന്നുണ്ട്, ദൈവം നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്, ദൈവം നമുക്ക് പിതാവായിട്ടുണ്ട്, നാം പിതാവായ ദൈവത്തിന്റെ പുത്രിമാർ ആണ്. ഇത് ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു കാര്യമാണ്, വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു വിശ്വാസി വ്യക്തിപരമായിട്ട് തന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം. അവിടെയാണ് പറയുന്നത്, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ച് കൊള്ളുക. വിശുദ്ധീകരണത്തിന്റെ പാഠങ്ങൾ വേദപുസ്തകത്തിൽ ആദ്യത്തെ പേജ് മുതൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന്റെ സ്വഭാവം അത് വിശുദ്ധിയിൽ അധിഷ്ഠിതമാണ്, ദൈവത്തോട് അടുത്തു വരുന്നവർ വിശുദ്ധരായിരിക്കണം എന്നുള്ള ആ ചിന്ത ലളിതമായിട്ടുള്ള നിലയിലെങ്കിലും പുരോഗമനാത്മകമായിട്ട് അത് പഴയ നിയമത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവർക്ക് നൽകിയ ന്യായപ്രമാണമാകട്ടെ, ശുദ്ധീകരണ നിയമങ്ങളാകട്ടെ, ആരാധനാ നിയമങ്ങളാകട്ടെ, യാഗത്തിന്റെ നിയമങ്ങളാകട്ടെ, അവരുടെ നിർമ്മിതികളാകട്ടെ, അവരുടെ ചടങ്ങുകളാകട്ടെ, അതെല്ലാം തന്നെ ദൈവത്തിന്റെ വിശുദ്ധിയെ ഊന്നിപ്പറയുന്ന നിഴലുകളായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലയത്തെ വിശുദ്ധീകരിക്കുന്നത്, വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം, അതിനെ വേർതിരിക്കുന്ന കാര്യം, ഇങ്ങോട്ട് അടുത്ത് വരരുത് എന്ന് പറയുന്ന കാര്യം, മോശയോടുള്ള ബന്ധത്തിൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറയുന്ന കാര്യം, ഇനി ആരാധനയ്ക്കായിട്ട് യാഗത്തിനായിട്ട് കൊണ്ടുവരുന്ന യാഗമൃഗം അത് ഊനമില്ലാത്തതായിരിക്കണമെന്നും അത് തോലുരിച്ച് പുരോഹിതൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണെന്നും, അത് മാത്രമല്ല പുരോഹിതൻ ശുദ്ധിയുള്ളവനായിരിക്കണമെന്നും, അവന്റെ കൈയും കാലും ഒക്കെ ആ താമ്ര കടലിലെ വെള്ളത്തിൽ കഴുകുവാൻ ആവശ്യമുണ്ടെന്നും, ഇങ്ങനെ അനേക പാഠങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ട് വരിക. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ രൂഢമൂലമായിട്ട് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം വിശുദ്ധനായ ദൈവമാണ്, ദൈവത്തിന് അശുദ്ധിയുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇത് പലപ്പോഴും നാം മറന്നു പോകുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. നാം ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. വിശുദ്ധീകരണത്തിന്റെ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പരിധി നോക്കിയാൽ പഴയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലേവ്യപുസ്തകം 11-ന്റെ 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പോ ദൈവം വിശുദ്ധനാകിയാൽ ദൈവമക്കൾ അല്ലെങ്കിൽ വിശ്വാസികൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ
ദൈവാലയത്തിനും വിഗ്രഹത്തിനും തമ്മിൽ എന്തൊരു യോഗ്യത നമ്മൾ ഇവിടെ തന്നെ വായിക്കുന്നു. അപ്പോ അങ്ങനെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് പാടുള്ളതല്ല. ദൈവം അശുദ്ധിയെ വെറുക്കുന്നുണ്ട്. അപ്പോ പത്രോസിന്റെ 1-ാം ലേഖനം 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അല്ലെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. അവിടെയും പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വിശുദ്ധനൊത്തവണ്ണം. ഇതൊരു പക്ഷെ കീറാമുട്ടിയായിട്ട് നമുക്ക് തോന്നിയേക്കാം. നമ്മളെ വിളിച്ച ദൈവം വിശുദ്ധനാണ്. നമ്മളെ വിളിച്ച ദൈവം വിശുദ്ധനാണ്. അവന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം നാമും വിശുദ്ധരാകുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുക. എന്തുകൊണ്ട് വിശുദ്ധീകരണത്തിന്റെ പാതയിൽ വിശ്വാസികൾ മുന്നോട്ട് പോകും? പ്രായോഗിക വിശുദ്ധീകരണം എന്തുകൊണ്ട് ആവശ്യമായിരിക്കും? ഒന്നാമതായിട്ട് നമുക്കറിയാവുന്ന വേദഭാവമാണ് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ, ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസയർ. ദൈവത്തിന്റെ ആഗ്രഹമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് അത് നമ്മുടെ വിശുദ്ധീകരണം. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവവേദലും വിശുദ്ധരായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായിട്ട് തീരുവാൻ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വിശുദ്ധരാകണം എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിക്കാൻ. 1 തെസ്സലോനിക്കർ അതേ അധ്യായം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എന്താ, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചത്. വിശുദ്ധീകരണത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിളിക്കപ്പെട്ട ഒരു ജനമാണ്, വിശുദ്ധിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ് നാം. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വംശവും വിശുദ്ധ ജനവും ആകുന്നു നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിത്ത് എ പർപ്പസ്, അതിന്റെ ലക്ഷ്യമുണ്ട്. അത് വിശുദ്ധീകരണത്തിന് വേണ്ടി തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 3-ാമത്തെ കാരണം എന്ന് പറയുന്നാൽ ദൈവം വിശുദ്ധനാണ്. വൺ ഹു കോൾഡ് ഈസ് ഹോളി. നിങ്ങളെ വിളിച്ച ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ട് പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-16 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിളിച്ചിരിക്കുന്ന ദൈവം, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകുക. ബി ഹോളി ആസ് ഐ ആം ഹോളി. പ്രിയമുള്ളവരെ, നമ്മെ ദൈവം വിശുദ്ധനാകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം വിശുദ്ധീകരണത്തിന്റെ പാതയിൽ മുന്നോട്ട്. 4-മതായിട്ട് വി ഹാവ് എ പ്രോമിസ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്താ? ദൈവം നമ്മിൽ വസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു, അതുകൊണ്ട് നാം വിശുദ്ധരായിട്ട് തീരണം. നാം അത് ചിന്തിച്ചതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിശുദ്ധീകരണത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഗോളുണ്ട്. എന്താ ലക്ഷ്യം? ഏത് തലം വരെ വിശുദ്ധരായി? നമ്മള് പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ കണ്ടതുപോലെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. സോ അതൊരു വലിയ ഒരു ലെവലാണ്, അല്ലെങ്കിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡാണ് ദൈവമക്കളുടെ മുമ്പാകെ വച്ചിരിക്കുന്നത്. ഇത് നാം ഓർത്തിരിക്കണം. പലപ്പോഴും നമ്മൾ വിശുദ്ധീകരണത്തിന്റെ തോത് അളക്കുന്നത് ഒരു താരതമ്യത്തിന്റെ വ്യവസ്ഥയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വിശുദ്ധിയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സഭയിലെ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ വിശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് വിശുദ്ധീകരണത്തിന്റെ കാര്യം നാം താരതമ്യം ചെയ്യുന്നത്. അങ്ങനെയല്ല. ആ നിലവാരം എന്ന് പറയുന്നത് നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു വലിയ സ്റ്റാൻഡേർഡാണ് ദൈവം നമ്മുടെ മുമ്പാകെ വച്ചിരിക്കുന്നത്. ഇനി അവസാനമായിട്ട്, എന്തുകൊണ്ട് വിശുദ്ധീകരണം പ്രാപിച്ചു? ഇങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരിക. 22-ാമത്തെ അധ്യായം അവസാനത്തെ പുറത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ 11 മുതലുള്ള വാക്യം, 11-12 വാക്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. തൊട്ടടുത്ത വാക്യം തുടരുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധീകരണത്തിന്
ഒരു മോട്ടീവുണ്ട്, ഒരു പ്രേരകമുണ്ട്. മറ്റെല്ലാ കാര്യങ്ങളും പ്രേരകം തന്നെയാണ്. എന്നാൽ വിശുദ്ധിയോടെ ജീവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്നൊരു പക്ഷേ ചോദിച്ചേ. ലോകപ്രകാരം നോക്കുമ്പോൾ എല്ലാവരും ഒരേ നിലയിൽ ജീവിക്കുന്നു. ഒരു വിശുദ്ധനായിട്ട് ജീവിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും അവർക്ക് ഭൂമിയിൽ ഭൗമികമായിട്ട് ലഭിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ ദൈവത്തിന് തന്നെ സമർപ്പിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്നവരോടുള്ള ബന്ധത്തിൽ, വിശുദ്ധിയുടെ പാതയിൽ മുന്നേറുന്നവരോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, എന്താ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കൊന്നും കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വീകാര്യത എന്ന് പറയുന്നത്, അംഗീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നാം അനുഭവിക്കുന്ന മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, നാം അനുഭവിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പാകെ നമുക്ക് ലഭിക്കുന്ന പ്രാഗൽഭ്യം എന്ന് പറയുന്നത്, അത് എന്ന് പറയുന്നത് വിശുദ്ധീകരണത്തിന്റെ ഒരു പ്രതിഫലമായിട്ട് നമുക്ക് തീരുക. അതുകൊണ്ട് ഒരുപക്ഷെ ത്യാഗത്തിലൂടെ, അല്ലെങ്കിൽ സമർപ്പണത്തിലൂടെ, അല്ലെങ്കിൽ വർജനത്തിലൂടെ ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന പ്രായോഗിക വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നാം അതിന് വില കൊടുക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അത് അംഗീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇവിടെ നമ്മുടെ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 22, 21, 22, 23 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾക്ക് അന്ന് എന്തൊരു പ്രതിഫലം ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. അതിന്റെ അവസാനം മരണമല്ലോ. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ഇതിന്റെ 23-ാമത്തെ വാക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ 6-ാമത്തെ അധ്യായത്തിലെ വിഷയങ്ങളെ അതിനെ സംക്ഷിപ്തമായിട്ട് സമ്മറൈസ് ചെയ്ത് അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. 23-ാമത്തെ വാക്ക്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. 21, 22 വാക്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയും. ഒരു വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫി, അതായത് ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫി. അവന്റെ ജീവിതത്തിന്റെ 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെട്ടതിന് മുമ്പും മറ്റൊന്ന് രക്ഷിക്കപ്പെട്ടതിന് ശേഷം. ഈ 2 കാര്യങ്ങളെ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തായിരുന്നു. മുമ്പ് അന്ന് നിങ്ങൾക്ക് എന്തൊരു ഫലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. മുമ്പ് നിങ്ങൾ ആരായിരുന്നു, അന്നത്തെ കാര്യം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള കാര്യം, എന്തൊരു ഫലമുണ്ടായിരുന്നു. ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നു. നിങ്ങൾ മുമ്പ് പാപത്തിന് ദാസന്മാരായിരുന്നു. വി വെർ സ്ലേവ്സ് ടു സിൻ. പിന്നെയോ നിങ്ങൾക്ക് നീതിയൊന്നുമില്ലായിരുന്നു. നിങ്ങൾ മുമ്പ് അനീതിക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു, അല്ലെ? 20-ാമത്തെ വാക്യത്തിൽ, അല്ലെ? എന്നാൽ വീണ്ടും അവിടെ പറയുകയാണ്, മുമ്പ് നിങ്ങൾക്ക് എന്തായിരുന്നു, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ, അല്ലെ? നിങ്ങൾ പഴയ കാലത്ത് നിങ്ങളുടെ ജീവിതം ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ എന്താ തോന്നുന്നത്? ലജ്ജ തോന്നുന്ന ഒരു ജീവിതം. ഒരുപക്ഷെ ആ കാലത്ത് നാം അത് അറിഞ്ഞിരുന്നില്ല. അന്ന് വളരെ വളരെ പ്രാഗൽഭ്യത്തോടെ, അല്ലെങ്കിൽ വളരെ പ്രശംസയോടൊക്കെ ജീവിച്ചവരായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷമാണ്, രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള നമ്മുടെ ജീവിത അവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും പരിതാപകരമായിരുന്നു, ഏറ്റവും ലജ്ജാവഹമായിരുന്നു, അല്ലേ? ഇനി അതിന്റെ അന്തം എന്താ? അതിന്റെ അവസാനം മരണമല്ലോ. ഇറ്റ്സ് ഔട്ട്കം ഇസ് ഡെത്ത്. അപ്പോ ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് പാപത്തിന്റെ ദാസത്വം മാത്രമല്ല, അനീതിക്ക് അടിമകളായിരുന്നു എന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ ലജ്ജ തോന്നുമാറുള്ള കാര്യങ്ങളായിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് മരണമാണ്. ഈ മരണം എന്ന് പറയുന്നത് സകലവിധ അർത്ഥത്തിലും അതിന്റെ 2ാം മരണത്തോളം നരകം ഉൾപ്പെടെയുള്ള സകല അധപ്പതനമായിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുകയാണ്. മരണം എന്നുള്ളത് പലപ്പോഴും നാം ചിന്തിക്കുന്നത് ശാരീരിക മരണമാണ്. ശാരീരിക മരണം മാത്രമല്ല, 3 തരത്തിലുള്ള മരണമുണ്ട്. ശാരീരികമായിട്ടുള്ള മരണം. 2ാമത്തെ കാര്യം ആത്മീക മരണം. 3, 2ാമത്തെ മരണം അത് നിത്യശിക്ഷാവിധിയാണ്. അത് നരകത്തിലെ രക്ഷിക്കപ്പെടാത്തവർക്ക്, വിശ്വസിക്കാത്തവർക്കുള്ള ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയാണ്.
ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. ഇനി ഈ മൂന്നും ഒരുപോലെ നമ്മെ ഗ്രസിച്ച് അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് മരണമായി. ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ സകല മനുഷ്യരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുകയാണ് എന്ന് നമ്മൾ 5-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുകയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ കാര്യങ്ങളെ മുഴുവൻ ആ ഒരു വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കും. ഇപ്പോഴോ, 22-ാമത്തെ വാക്യം, എന്നാൽ ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്? ഒന്ന്, യു ആർ ഫ്രീഡ് ഫ്രം സിൻ. നിങ്ങൾ പാപത്തിന്റെ ആ അടിമത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരിക്കേണ്ട, പാപത്തിന്റെ ആ കയറിൽ നിങ്ങൾ ബന്ധിക്കപ്പെടേണ്ട, നിങ്ങൾ പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടതില്ല. അതിൽ നിന്ന് നിങ്ങളെ താൽക്കാലികമായിട്ടല്ല, സ്ഥിരമായിട്ട് നിങ്ങളെ മോചിച്ചിരിക്കുകയാണ്. യു ആർ ഫ്രീ. ഗലാത്യ ലേഖനത്തിന്റെ മുഴുവൻ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസിയുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിനായിട്ട് 5-ാമത്തെ അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രിയമുള്ളവരെ, ഇത് നാം സൂക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും വീണ്ടും അടിമപ്പെടുന്ന, അത് പാപത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ പല മനോഭാവങ്ങളോടുള്ള ബന്ധത്തിൽ അടിമത്വം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അടിമനുഖത്തിൽ വീണ്ടും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾക്കിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നാം വാസ്തവത്തിൽ സ്വതന്ത്രരാണ്. എന്ത് സ്വാതന്ത്ര്യമാണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഉദാഹരണം ഇങ്ങനെ പറഞ്ഞാൽ, പാപത്തിന്റെ അടിമത്വവും ക്രിസ്തുവുള്ള സ്വാതന്ത്ര്യവും അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം ഇങ്ങനെ പറയും. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എന്തോ കാരണവശാൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി. നിങ്ങളുടെ കൈവശം ടിക്കറ്റ് ഇല്ലാതെ നിങ്ങൾ യാത്ര ചെയ്യുക. എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? നിങ്ങളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറ്റബോധത്തിന്റെ, അല്ലെങ്കിൽ ഭയത്തിന്റെ, പിന്നെ എപ്പോൾ പിടിക്കപ്പെടും എന്നുള്ള അപ്പൊ നിങ്ങളുടെ അങ്ങനെ ഒരു യാത്രയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 2 മണിക്കൂർ നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്തു എന്നിരിക്കട്ടെ. ആ യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? എന്തെങ്കിലും ഫ്രീഡം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും? ഇല്ല. അത് അടിമത്തമാണ്. എന്നാൽ അതേസമയം എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ അതിന്റെ ടിക്കറ്റും ഒക്കെ എടുത്ത് നിങ്ങളുടേതായിട്ടുള്ള സീറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നിരിക്കട്ടെ. നിങ്ങളുടെ യാത്രയ്ക്കുടനീളം നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വിശ്രമിക്കാം, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാം, വായിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരെയും നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. TTE വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യം. ഇതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. പാപത്തിന് എപ്പോഴും ഒരു ബന്ധനമുണ്ട്, പാപത്തിന് എപ്പോഴും ഒരു ഭയമുണ്ട്. ആ ഭയം എന്ന് പറയുന്നത് ശിക്ഷയെക്കുറിച്ചുള്ള ഭയമാണ്. നാം അവിശ്വാസികളായിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഭയത്തിന് നാം അധീനരായിരുന്നു. നാം അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. അത് സകല സമയവും നമ്മെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യം. പാപത്തിന് ദാസന്മാരായിരിക്കുമ്പോൾ നാം അടിമത്വത്തിൽ തന്നെയാണ്. എന്നാൽ ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കിയാൽ ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? സകല സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഏതടിമത്വം ഇല്ല, പഴയ അടിമത്വം ഇല്ല. അപ്പൊ അതാണ് അവൻ അടിമ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭയത്തിന് യാതൊരു സാധ്യതയും. അവർക്ക് ജീവിതത്തിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയെ ഓർത്തും ഒന്നും അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിന്റെ വകയാണ്. കേവലം ക്രിസ്തുവിന്റെ വക എന്ന് മാത്രമല്ല, അവന് ബോധ്യമുള്ളിടത്തോളം ദൈവിക ഹിതത്തിനനുസരിച്ചും നീതിക്കും ന്യായത്തിനും അനുസരിച്ചും തൻ്റെ മനസാക്ഷിക്കും മാത്രമല്ല ദൈവത്തിന്റെ മനസാക്ഷിക്കും അല്ലെങ്കിൽ ദൈവിക നിയമങ്ങൾക്കും വിധേയപ്പെട്ട് അവൻ ജീവിക്കുമ്പോൾ അവൻ സാക്ഷാൽ സ്വതന്ത്രൻ. അവനെ അടിമപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ പലപ്പോഴും ഈ സ്വാതന്ത്ര്യം നാം അനുഭവിക്കാതിരിക്കുന്നത്, അത് എൻജോയ് ചെയ്യാതിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്, നാം പലപ്പോഴും പലതിനും അടിമത്വത്തിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നു. ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
അത് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം. അപ്പോ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കും. മാത്രമല്ല, അങ്ങനെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന മാത്രമല്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുക. അങ്ങനെയാണെങ്കിൽ വി ഹാവ് എ ന്യൂ മാസ്റ്റർ. നമുക്കൊരു പുതിയ യജമാനുണ്ട്. അത് കർത്താവാണ്, അത് ദൈവമാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. അപ്പൊ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് മറ്റൊരടിമത്വത്തിലേക്ക് വരികയാണ്. ആ അടിമത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അടിമ എന്നുള്ള നിലയിൽ നാം പലപ്പോഴും അധ്വാനിക്കുന്ന നമ്മൾ മത്തായി സുവിശേഷം 11-ാമത്തെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താ, എന്റെ മുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിക്കും. അല്ലെ, ആഹാ, ദൈവം നമ്മെ വിളിക്കുന്നത് ഒരു നുഖത്തിന് കീഴിലേക്കാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് ഒരു അടിമത്വത്തിലേക്കാണ്, ദൈവത്തിന്റെ അടിമത്വത്തിലേക്കാണ്. എന്നാൽ ആ അടിമത്വത്തിന് ഒരു സ്വാതന്ത്ര്യമുണ്ട്, ആ നുഖത്തിന് ഒരു മാർദ്ദവമുണ്ട്, ആ ചുമടിന് ഒരു 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 ലാളിത്യമുണ്ട്. ഇത് നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, സാത്താൻ എന്നുള്ള ടാസ്ക് മാസ്റ്റർ അത് നമ്മുടെ മുന്നിൽ വെച്ചിരുന്ന നുഖം എന്ന് പറയുന്നത് ഭയത്തിന്റെയും മരണത്തിന്റെയും അതുപോലെ നരകത്തിന്റെയും ഒക്കെ വലിയ ഭാരമുള്ള നുഖമായിരുന്നു നമ്മുടെ ചുമലിൽ വെച്ച്. എന്നാൽ ഇന്ന് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മെ അവന്റെ നുഖത്തിന്റെ കീഴിൽ. ശ്രദ്ധിച്ചോളൂ, ഈ നുഖത്തിന്റെ മറുവശത്തെ കർത്താവ്. ആ കർത്താവിനോട് ഇണക്കപ്പെട്ട ഒരു നുഖത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് സകല സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യമാണ്? ക്രിസ്തു എവിടെയൊക്കെ പോകുമോ അവിടെയൊക്കെ നമുക്ക് പോകാം. ക്രിസ്തുവിന് എന്തൊക്കെ ഭാരമുണ്ടോ അതിലപ്പുറം ഒരു ഭാരം നമുക്ക് ലഭ്യവുമല്ല. മാത്രമല്ല, നമുക്ക് അമിതമായിട്ടുള്ള ഭാരം വഹിക്കുവാൻ അവൻ സമ്മതിക്കുമില്ല. കാരണം അവൻ സ്നേഹവാനായ. എന്റെ നുഖം ഏറ്റെടുത്തുകൊണ്ട് എന്നോടുകൂടെ പഠിക്കും. എന്റെ നുഖം മൃദുവാണ്, എന്റെ ചുമട് ലഘുവാകും. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ നുഖത്തിന്റെ കീഴിൽ ഇണയ്ക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഭാഗ്യശാലി. പ്രിയമുള്ളവരെ, ഈ നിലയില് ഒരു അടിമത്വത്തിലേക്ക്, ഒരു ദാസ്യത്വത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാർ എന്നുള്ള നിലയിൽ നമ്മെ അവൻ ആക്കി തീർത്തിരിക്കുകയാണ്. നമ്മുടെ ഓട്ടോബയോഗ്രഫിയിൽ ശ്രദ്ധിച്ചോളൂ, എന്ത് മാറ്റമാണ് നമ്മിൽ വരുത്തിയിരിക്കുന്നത്. ഇനി ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. ശ്രദ്ധിച്ചോളൂ, ദാറ്റ് റിസൾട്ടിങ് ഇൻ സാങ്ക്ടിഫിക്കേഷൻ. ആ നുഖത്തിൻ കീഴിൽ ഇണയ്ക്കപ്പെടുന്നത് തന്നെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മെ സഹായിക്കുന്നത്. നാം ആയിരിക്കുന്ന സ്ഥാനം തന്നെ വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നാം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ ആ നുഖത്തിന്റെ കീഴിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ. അതാണ് നാം ഈ ഭാഗത്ത് തന്നെ സമർപ്പിച്ചു കൊള്ളുക. നാം ക്രിസ്തുവിന്റെ ദാസന്മാരാണ്. ആ നുഖത്തിന്റെ കീഴിൽ നമ്മെ തന്നെ നാം സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നാം നിശ്ചയമായിട്ടും വിശുദ്ധീകരണത്തിൽ മുന്നേറും. നമുക്ക് സ്വയമായിട്ട് മുന്നേറുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവൻ നമ്മെ ജയോത്സവമായിട്ട് വഴിനടത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാത്രമല്ല, വീണ്ടും പറഞ്ഞിരിക്കുന്നത് അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. നാം അതിലേക്ക് വീണ്ടും വരുന്നുണ്ട്. നമ്മുടെ പഴയ ജീവിതത്തിന്റെ അന്തം മരണമാണെങ്കിൽ ഇതാ ഇവിടെ ഈ പുതിയ ജീവിത പന്താവിൽ അതിന്റെ അന്തം എന്ന് പറയുന്നത് നിത്യജീവൻ. പ്രിയമുള്ളവരെ, എന്തൊരു വ്യത്യാസമാണ്, എന്തൊരു കോൺട്രാസ്റ്റാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളെ, രണ്ട് ജീവിത രീതിയെ, രണ്ട് ജീവിത അനുഭവങ്ങളെ താരതമ്യം ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിശദീകരിക്കുക. അതിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ താൻ. ഇതിനു മുമ്പിലുള്ള വാക്യത്തിൽ രണ്ട് ദാസ്യത്വത്തെ ഇവിടെ കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെയും രണ്ട് കാര്യങ്ങളെ പരസ്പരം താരതമ്യം ചെയ്തിരിക്കുക. ശ്രദ്ധിച്ചോളുക, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. രണ്ടാമത് അതിന്റെ മറുവശത്ത് ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. റോമാലേഖനം 6:23 മരണത്തെയും ജീവനെയും തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുക. അല്ലെ, പാപത്തിന്റെ ശമ്പളം മരണം, ഡെത്ത്. ഇനി ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ, എറ്റേണൽ ലൈഫ്. ഇത് നാം വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നത് നന്നായി.
മരണവും ജീവനും. ഇത് ഏത് കാലഘട്ടത്തിലും ദൈവം മനുഷ്യരുടെ മുമ്പാകെ വച്ചിരുന്ന രണ്ട് അനുഭവങ്ങളാണ്. മരണവും ജീവനും നിങ്ങളുടെ മുമ്പാകെ വച്ചിരിക്കുന്നു. ചൂസ് ലൈഫ്. നിങ്ങൾ ജീവൻ തിരഞ്ഞെടുത്തുകൊള്ളുക. പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയ കൽപ്പനയാണ് ചൂസ് ലൈഫ്. ജീവനെ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. നിങ്ങൾ മരണത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ നശിക്കും, നിങ്ങൾ മരിക്കും. എന്നാൽ ജീവനെ തിരഞ്ഞെടുക്കുവാനായിട്ട് ആവശ്യം. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ദൈവം വച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്വതന്ത്ര ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ ഏതും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും നൽകിക്കൊണ്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുക. എന്നാൽ അവിടെ ചൂസ് ചെയ്യാൻ ആവശ്യം. ഏതെൻ തോട്ടത്തിലും നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾ തിരഞ്ഞെടുക്കുക. കയ്യിന്റെ മുമ്പാകെയും ദൈവം രണ്ട് വഴികൾ വെച്ചു. നിനക്കൊന്നുകിൽ നിന്നെ കീഴടക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന പാപം നിന്റെ വാതിൽക്കലുണ്ട്. നിന്നെ കീഴടക്കുവാനായിട്ട് അത് എപ്പോഴും പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നീ അതിനെ കീഴടക്കണം. ഇത് ദൈവത്തിന്റെ കൗൺസിലായിരുന്നു. എന്നാൽ ആ സമയത്ത് അവൻ തിരഞ്ഞെടുക്കുകയാണ് പാപത്തെ പുണരുവാൻ, അല്ലെങ്കിൽ പാപത്തെ പുൽകുവാൻ, അതിനെ ചേർത്ത് വയ്ക്കുവാൻ, അതിൻ്റെ സന്തോഷങ്ങൾ അവൻ തിരഞ്ഞെടുക്കുകയാണ്. വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ആ ജനസമൂഹം മുഴുവൻ പാപത്തിൽ, ദുഷ്ടതയിൽ അങ്ങനെ നിറഞ്ഞ് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നോഹയെ വിളിച്ച് രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം ഒരുക്കുവാൻ പറയുക. ലോകം എന്നുമുള്ള ഒരു ന്യായവിധി, ഒരു ജലപ്രളയം സകല മനുഷ്യരും അറിയുകയാണ്. ആരും അറിഞ്ഞില്ല എന്ന് പറയുവാൻ സാധ്യമല്ലാത്ത വിധം ദൈവം തന്റെ ശിക്ഷാവിധി അതിന്റെ സമയം നീട്ടിവച്ചിരിക്കുകയാണ്. എല്ലാവരും കേൾക്കുവാൻ, എല്ലാവരും അറിയുവാൻ, എല്ലാവർക്കും പ്രവേശിക്കുവാനായിട്ട് സാവകാശവും സൗകര്യവും ദൈവം അവർക്ക് ഒരുക്കി. എന്നാൽ അവിടെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ നോഹയും കുടുംബവും അല്ലാതെ 8 പേരല്ലാതെ മറ്റാരും ഈ വഴി തിരഞ്ഞെടുത്തിട്ടില്ല, ഈ രക്ഷാമാർഗം തിരഞ്ഞെടുത്തില്ല. തിരഞ്ഞെടുക്കാമായിരുന്നു. ഇനി ഞാനിങ്ങനെ ചോദിക്കട്ടെ, നോഹയും കുടുംബം അല്ലാതെ ആരെങ്കിലും പെട്ടകത്തിനകത്ത് പ്രവേശിക്കാനായിട്ട് വോളണ്ടറി ആയിട്ട് കടന്നു വന്നിരുന്നു എങ്കിൽ നോഹ പുറത്താക്കുമായിരുന്നു? ദൈവം പുറത്താക്കുമായിരുന്നു? ഇല്ല. ആർക്ക് വേണമെങ്കിലും കടന്നു വരാമായിരുന്നു. ഇനി അവർക്കറിയാമായിരുന്നു നോഹ പ്രസംഗിച്ച കാര്യം? അവർക്കറിയാമായിരുന്നു. എന്നാൽ നോഹയെ വിശ്വസിച്ചില്ല, നോഹയുടെ സന്ദേശത്തെ അവർ കൈക്കൊണ്ടില്ല. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ കൗൺസൽ, ദൈവത്തിന്റെ ആലോചനയെ അവർ മറുതലിച്ചു എന്നുള്ളതാണ്. അവർ തിരഞ്ഞെടുത്തു അനുസരിക്കണ്ട എന്നുള്ള കാര്യം അവർ തിരഞ്ഞെടുത്തു. ദൈവത്തെ അനുസരിക്കാതിരിക്കുവാനായിട്ട്, ദൈവിക സന്ദേശത്തെ നിരാകരിക്കുവാനായിട്ട് അവർ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുപ്പിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു. ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. യേശു കർത്താവ് ഭൂമിയിൽ ജഡാവതാരം ചെയ്യുമ്പോഴാകട്ടെ, അവിടെയും യേശു കർത്താവിന്റെ ശുശ്രൂഷകളിൽ മുഴുവൻ പുത്രനെ തിരിച്ചറിയുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സകല മനുഷ്യർക്ക് നൽകി. അറിഞ്ഞില്ല എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. ഇസ്രായേലിനെ കുറിച്ച് അല്ലെങ്കിൽ യഹൂദന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ദുഃഖം തോന്നാറ്. അത് പൗലോസ് താൻ തന്നെ 10-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്താ? എന്റെ സമശിഷ്ടങ്ങൾ, എന്റെ സ്വജാതിയിൽപ്പെട്ട സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനായിട്ട് ഞാൻ ശാപഗ്രസ്തനായിട്ട് പോകാമായിരുന്നു. ഞാൻ ശാപഗ്രസ്തനായിട്ട് അവരെല്ലാവരും രക്ഷയിലേക്ക് വന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. എന്നാൽ യേശു കർത്താവ് കാണാതെ പോയ ആടുകളെ തേടി തന്റെ സ്വന്തം ജനത്തിന്റെ അടുക്കിലേക്ക് അവൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യേശു കർത്താവിനെ കൈക്കൊള്ളുവാനും പിൻപറ്റുവാനും സകല സാധ്യതയുണ്ടായി. നമുക്കറിയാം, അനേക ആയിരങ്ങൾ യേശു കർത്താവിനെ മശിഹയായിട്ട് അംഗീകരിച്ചിരുന്നു. അനേക സ്ത്രീകൾ യേശു കർത്താവിനെ മശിഹയായിട്ട് സ്വീകരിച്ചിരുന്നു. തന്റെ ശിഷ്യന്മാർ കർത്താവിനെ സ്വീകരിച്ചിരുന്നു. മറ്റനേകർ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അനേക ആയിരങ്ങൾ കർത്താവിനെ മശിഹയായിട്ട് കൈക്കൊണ്ടിരുന്നു. ദൈവരാജ്യത്തെ കാത്തിരുന്ന അനേകർ അന്നുണ്ടായിരുന്നു. ഈ കർത്താവിന്റെ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് കടന്നു വന്ന അനേകർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തിരുവഴുത്തുകളെ തിരിച്ചറിഞ്ഞിട്ട്, തിരുവഴുത്തിലെ മശിഹയുടെ ലക്ഷണങ്ങളെ കണ്ടറിഞ്ഞിട്ട് അവനുവേണ്ടി കാത്തിരിക്കുക മാത്രമല്ല, അവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, അവൻ തങ്ങളുടെ മധ്യേ നടന്നപ്പോൾ, അവൻ ഇമ്മാനുവേലായിട്ട് അവരുടെ മധ്യത്തിൽ നടന്നപ്പോൾ
അവനെ അനുഗമിക്കുവാനും അവനെ അംഗീകരിക്കുവാനും അനേകായിരങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു മത സമൂഹം എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്ര സമൂഹം എന്നുള്ള നിലയിൽ അവർ യേശു കർത്താവിനെ ഇതാകും. എന്തൊരു ദുര്യോഗമാണ്! തിരുവെഴുത്തുകളെ നന്നായിട്ട് വായിച്ചിട്ടുള്ളവർ, നന്നായിട്ട് വ്യാഖ്യാനിക്കുന്നവർ, ആ തിരുവെഴുത്തിലെ സകല കാര്യങ്ങളും വള്ളിയും പുള്ളിയും വിടാതെ അരിച്ചു പെറുക്കുന്നവർ, മശീഹയെക്കുറിച്ചുള്ള സകല പ്രവചനങ്ങളും അറിയാവുന്നവർ, ഒരുപക്ഷെ ദേവരാതാവിനെ പോലും പറഞ്ഞ് പഠിപ്പിക്കുവാൻ കഴിവുള്ള ശാസ്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഇവിടെയാകുന്നു മശീഹ പിറക്കുന്നത്, ഇങ്ങനെ ആകുന്നു അവൻ ജനിക്കേണ്ടുന്നത്, അവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പ്രവചന പുസ്തകത്തിൽ നിന്ന് ധാരാളം വായിച്ച് അറിഞ്ഞിരുന്നവരാണ്. എന്നാൽ അവർക്ക് ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ, നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ള ചോദ്യം വന്നപ്പോൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുവാൻ അവർക്ക് സാധിക്കും. ഞാൻ യേശുവിന്റെ പിന്നാലെ വരും എന്ന് പറയുവാൻ സാധിക്കില്ല. നാം പല സ്ഥലങ്ങളിലും വായിക്കുന്നുണ്ട്, പള്ളിപ്രഷ്ടർ ആകും എന്നുള്ള ആ ഭയനിമിത്തം പലരും എന്ത് ചെയ്തില്ല? യേശു കർത്താവിനെ അനുഗമിച്ചില്ല. ഇനി മഹാപുരോഹിതന്മാർ തങ്ങളെ തിരസ്കരിക്കും എന്നുള്ള കാരണം നിമിത്തം പലരും കർത്താവിനെ അനുഗമിച്ചില്ല. പലരും പീഡകളും തിരസ്കരണവും ഭയന്നിട്ട് കർത്താവിനെ അനുഗമിച്ചില്ല. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും കർത്താവിനെ അനുഗമിച്ച അനേകം ആൾക്കാർ ഉണ്ടായിരുന്നു. അവർ സത്യത്തിന് അനുസരണം കാണിച്ചവരായിരുന്നു. അത് ഏത് കാലഘട്ടത്തിലും ഉണ്ട്. നാം റോമലേഖനം 1-ാം അധ്യായത്തെ നാം പഠിച്ചു, അതിന്റെ 18-19 വാക്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുമുണ്ട്. ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ട് അവന് മഹത്വം കൊടുക്കാത്ത സമൂഹമുണ്ട്. സത്യം അവർക്ക് മനസ്സിലായി, എന്നിട്ടും തിരസ്കരിക്കുകയാണ്, ബോധപൂർവം തിരസ്കരിക്കുകയാണ്. അവർ ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കുവാൻ ആവശ്യമുണ്ട്. ചൂസ് ലൈഫ്. ഇത് സകല മനുഷ്യരുടെ മുമ്പാകെ ദൈവം വയ്ക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. ജീവനും നാശവും നിങ്ങളുടെ മുമ്പാകെ ഉണ്ട്. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് അവൻ നൽകിയിരിക്കുകയാണ്. ഏത് തിരഞ്ഞെടുക്കും? ഇവിടെ ഇതാ ജീവനും മരണവും തമ്മിൽ ഇവിടെ കോൺട്രാസ്റ്റ്, അത് താരതമ്യം ചെയ്തിരിക്കുക. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്താണ് ശമ്പളം? ഇവിടെ നോക്കിയാലും നിങ്ങൾ ഇവിടെ ശമ്പളമുണ്ട്, കൃപ, ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ്, അല്ലെ? ദൈവത്തിന്റെ കൃപാദാനമോ. രണ്ടാമത്തെ ഭാഗത്ത് കാണാം ദി ഗിഫ്റ്റ് ഓഫ് ഗ്രേസ്, അല്ലെ? ശമ്പളവും ഗിഫ്റ്റും. ഒന്ന് ശമ്പളമാണ്, മറ്റൊന്ന് ഗിഫ്റ്റാണ്. രണ്ട് ഒന്നാണോ? ശമ്പളവും ഗിഫ്റ്റും ഒന്നാണ്? ഇല്ല, ഒരിക്കലും അല്ല. ശമ്പളം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തതിന് അനുയോജ്യമായിട്ട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ പ്രാപിക്കുവാനായിട്ട്, അതായത് നിങ്ങൾ ഏൺ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾക്ക് അനുഗുണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന കൂലിയാണ് വേജസ് എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ പ്രവർത്തനത്തിന് അനുഗുണമായിട്ട് അതിന്റെ അനുപാതത്തിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കൂലി. എന്നാൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കൂലി എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ദാനം. അത് അർഹിക്കാത്ത അവർക്ക് ലഭ്യമാകുന്നതാണ്. ഇറ്റ് ഈസ് അൺമെറിറ്റഡ്. വേജസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നതെങ്കിൽ, ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, അത് അനർഹരായവർക്ക് നൽകപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃപാദാനമാണ്, കൂലിയല്ല. എന്നാൽ മറുവശത്ത് പാപത്തിന്റെ ശമ്പളം. ഇവിടെ പാപത്തെ പേഴ്സോണിഫൈ ചെയ്തിരിക്കും. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു വലിയ മാസ്റ്ററാക്കി, യജമാനാക്കി മാറ്റിയിരിക്കുക. കൂലി കൊടുക്കുന്ന ഒരു ദാസൻ, ഒരു വലിയ യജമാനൻ. അതിന്റെ കീഴിൽ, യജമാന്റെ കീഴിൽ അനേകം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. പാപത്തിന് ദാസന്മാരായിട്ട് അനേകരുണ്ട്. പാപത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചിത്രീകരിച്ച് ഈ വാക്യം പറയുക, വിശദീകരിക്കുക. ഈ പാപത്തിന് എന്തുണ്ട്? ഒരു ശമ്പളമുണ്ട്, ഒരു കൂലിയുണ്ട്, വേജസ് ഉണ്ട്. പാപത്തിന് തക്കതായിട്ടുള്ള ഒരു വേജസ്. ആ കൂലി അതിന് അർഹർക്ക് കൊടുക്കുകയാണ്, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്.
അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് കൊടുക്കുകയാണ്. ജീവിതകാലം മുഴുവൻ പാപത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട്, ആ പാപത്തിന്റെ അടിമത്വത്തിൽ ജീവിച്ചിട്ട്, അധർമ്മത്തിൽ ജീവിച്ചിട്ട്, മത്സരത്തിൽ ജീവിച്ചിട്ട്, ദൈവത്തിനെതിരെയുള്ള മത്സരത്തിൽ ജീവിച്ചിട്ട് പാപം അവസാനം ഒരു കൂലി കൊടുക്കുക. എന്താ കൂലി? പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പ്രിയമുള്ളവരെ, അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ എത്രയോ എത്രയോ ദുര്യോഗമാണ് ഇത്. ജീവിതകാലം മുഴുവൻ പാപത്തെ സേവിച്ചിട്ട്, പിശാചിനെ സേവിച്ചിട്ട്, അതിന്റെ പിന്നാലെ അധ്വാനിച്ചിട്ട്, കഷ്ടപ്പെട്ടിട്ട് അവർക്ക് ലഭ്യമാകുന്ന കൂലി ഒന്ന് നോക്കുക. എന്താ കൂലി? അത് മരണം. ഈ മരണം എന്നുള്ളത് പലപ്പോഴും ലാഘവത്തോടെ കാണാറുണ്ട്. ഇന്നൊരു പക്ഷേ മരണത്തിന്റെ ഭീകരത നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. അത് ശാരീരിക മരണമാണ്. ആ ശാരീരിക മരണത്തെക്കാൾ വളരെ ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മീയ മരണം മാത്രമല്ല. ഇതിന്റെ അന്തം എന്ന് പറയുന്നത് എന്താ? നിത്യമരണം, നരകശിക്ഷ, അതിലേക്കാണ് പോകുന്നത്. നാം സങ്കീർത്തനങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പാതാളത്തിന് ആടുകളായിട്ട് വിൽക്കപ്പെട്ടവർ. നോക്കുക, ഒരു കൂട്ടം ആടുകൾ വിൽക്കപ്പെട്ടവരായിട്ട് പോവുകയാണ്, പാതാളത്തിലേക്ക് പോവുകയാണ്. അതിങ്ങനെ ഒരു അടിമത്തത്തിൽ പോവുകയാണ്. തിരിച്ച് അറിവ് അവർക്കുണ്ടാകുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ശരിയായ ഇടയന്റെ, നല്ല ഇടയന്റെ അടുക്കിലേക്ക് വരാമായി. എന്നാൽ അതിനവർ മനസ്സ് വയ്ക്കുന്നില്ല. പാപം അതിന്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ അന്ധരാക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ തേജസ്സുള്ള പ്രകാശം പ്രകാശിക്കാതിരിക്കുവാനായിട്ട് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുക. എന്തുമാത്രം അന്ധകാരമാണ് ആ ഹൃദയങ്ങളിൽ രൂഢമൂലമായിരിക്കുന്നത്. ഡാർക്ക്നെസ്. നാം വായിക്കുന്നുണ്ട് യോഹന്നാന്റെ 1-ാം ലേഖനത്തില്, ദൈവം വെളിച്ചമാകുന്ന അവനിൽ ഇരുട്ടൊട്ടുമില്ല. എന്നാൽ പിശാച് ചെയ്യുന്നത് ഹൃദയത്തെ അന്ധകാരമാക്കുകയാണ്. ആ ക്രിസ്തുവിന്റെ വെളിച്ചം അവിടെ പ്രകാശിക്കുവാനായിട്ട് സാധിക്കാത്ത വിധം മനുഷ്യരെ എന്ത് ചെയ്യുകയാണ്? അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോകുക. പലപ്പോഴും ഇങ്ങനെ തോന്നാറുണ്ട്. ആ ഫെലിസ്ത്യർ ശിംശോനെ പിടിച്ച് 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ട്, കൈയും കാലുമൊക്കെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് അവനെ ആ ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ചിത്രം പലപ്പോഴും അന്ധരാക്കിയിരിക്കുന്നു, ഇരുട്ടാക്കിയിരിക്കുന്നു, കൈകളും കാലുകളും ചങ്ങലക്കിട്ടിരിക്കുന്നു. അവനെ കൊണ്ടുപോവുകയാണ് ദാഗോന്റെ ക്ഷേത്രത്തിൽ. ഒരു പക്ഷെങ്കിൽ ലോകത്തിൽ അനേക സഹസ്രം ആളുകൾ ഇത്തരത്തിൽ ഒരു അടിമത്തത്തിൽ മുന്നോട്ട് പോവുകയാണ്. എവിടേക്ക് പോകുന്നുവെന്ന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യമൊന്നുമില്ലാതെ, ശരിയായിട്ടുള്ള വഴി ഏതെന്ന് തിരിച്ചറിയുവാൻ സാധ്യമല്ലാതെ, പാപത്തിന് ദാസന്മാരായിട്ട് വിൽക്കപ്പെട്ട് അതിന്റെ ശമ്പളമായിട്ടുള്ള നരകം ഏറ്റെടുക്കുവാനായിട്ട്, അതിന്റെ കൂലി വാങ്ങുവാനായിട്ട് കടന്നു പോകുക. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം ലഭിച്ച വെളിച്ചം അത് നമ്മുടെ ഭാഗ്യമായിട്ട് നാം കണക്കാക്കാം. എന്നാൽ ചുറ്റുമുള്ള അന്ധകാരം അത് പലപ്പോഴും ഇരുട്ടായിട്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു മേഖലയായിട്ട് നാം അനേകായിരങ്ങൾ അന്ധകാരത്തിലേക്ക്. ഇനി എത്ര കാലം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും നിശ്ചയമില്ല. വളരെ കാലം ഉണ്ടാകുവാനുള്ള സാധ്യത ഇല്ല. വളരെ വേഗം കാലം അതിന്റെ അവസാനത്തിലേക്ക് ഓടുകയാണ്. യാത്രകൾ വളരെ വേഗം പോവുകയാണ്. അതിന്റെ അവസാനത്തിലേക്ക് ഓടുവാനായിട്ട് ബന്ധപ്പെടുകയാണ്. 19-ാം സങ്കീർത്തനത്തില് നാം ഇങ്ങനെ വായിക്കുന്നത്, സൂര്യനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ ബന്ധപ്പെടുന്നു അല്ലെ? ആ നിലയിലൊരു ബന്ധപ്പാട് ഈ നാളുകളിൽ കാണുവാൻ സാധിക്കും. അത് സമൂഹങ്ങളില്, ജനതകളില്, മതങ്ങളില്, രാഷ്ട്രങ്ങളിലൊക്കെ, രാഷ്ട്രീയങ്ങളിലൊക്കെ അത് കാണുവാനായിട്ട് സാധിക്കും. ഇനി കാലങ്ങൾ വളരെ നീണ്ടുപോകും എന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. സമയം വളരെ അടുത്തിരിക്കും. എന്നാൽ അനേകർ അന്ധകാരത്തിൽ, പാപത്തിൽ നീങ്ങുക, പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വശംവദരായിട്ട് തീരുകയാണ്. നമ്മുടെ ശ്രദ്ധ അവരുടെ മേൽ പതിയുന്നുണ്ടോ? അവരെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. പാപം അത് കേവലം ആക്ട്സ് അല്ലെങ്കിൽ പ്രവർത്തികൾ മാത്രമല്ല, അതൊരു മനോഭാവം കൂടെയാണ്. പാപം പുറമേ ഉള്ളത് മാത്രമല്ല, അത് അകമേ ഉള്ളതാണ്. അത് മാനസിക
അവസ്ഥയാണ്, അതൊരു മനോഭാവമാണ്, അത് ഹൃദയത്തിന്റെ തലങ്ങളിൽ തുടങ്ങുന്നതാണ്. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം യേശു കർത്താവ് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്ന വേളയിൽ യഹൂദന്മാരെല്ലാം ചിന്തിച്ചിരുന്നത് ന്യായപ്രമാണത്തിലെ സകല കാര്യങ്ങളും പ്രവർത്തനത്തിൽ അധിഷ്ഠിതമാണ് എന്നാണ്. അങ്ങനെയാണ് പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ പഠിപ്പിക്കുന്നത്. 10 കൽപ്പനകൾ അതിൻ്റെ വാക്കുകളുടെ അർത്ഥത്തിൽ അവർ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ കർത്താവ് അതിൻ്റെ ആത്മാവിനെയാണ് തൊട്ടുണർത്തുന്നത്. ഗിരിപ്രഭാഷണം മുഴുവൻ യേശു കർത്താവ് നിങ്ങളിങ്ങനെ വായിച്ചിട്ടില്ലയോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഓരോ കൽപ്പനകളെയും എടുത്ത് യേശു കർത്താവ് വ്യാഖ്യാനിക്കുക. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ കൽപ്പനകളുടെ പിന്നിലെ സാരസംഗ്രഹം, അതിൻ്റെ സാരാംശം എന്ത് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അത് വാസ്തവത്തിൽ ഹൃദയത്തിന്റെ തലങ്ങളിൽ തന്നെയാണ്. പാപം അത് പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്ന്. ശരിയാകേണ്ടത് പുറമേ അല്ല, അകമേയാണ്. അകമേ നിന്നാണ് ഇതിന്റെ എല്ലാ പ്രകടനങ്ങളും പുറമേ വരുന്നത്. നമ്മളുടെ ഇത് നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. പാപം എന്ന് പറയുന്നത് അകമേയുള്ള കാര്യമാണ്, പുറമേ ഉള്ളത് മാത്രമല്ല. അകമേ ഉള്ളതാണ് പുറമേ കാണുന്നത്. പാപം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളൊരു വേർപാടാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത ശേഷം മനുഷ്യർ ഓടി ഒളിക്കുമ്പോൾ കർത്താവ്, യഹോവയായ ദൈവം വന്ന് വിളിക്കുന്ന ഒരു വിളിയാണ്, ആദാമേ നീ എവിടെ? ഈ ചോദ്യം പലപ്പോഴും പല തലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താ, ദൈവത്തിന് അറിയില്ലായിരുന്നു? സ്ഥലം അറിയാഞ്ഞിട്ടാണ്? അറിയാമായിരുന്നു. എന്നാൽ ആദാം ദൈവത്തിൽ നിന്ന് വളരെ കാതങ്ങൾ മുന്നോട്ട് പോയി, വളരെ അകലത്തിലേക്ക് പോയി, വളരെ ദൂരവേക്ക് പോയി. അത് ആദാം തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് നീ എവിടെയെന്ന് ചോദിക്കുന്നത്. നീ ഇത്രയും കാലം എന്നോടൊപ്പം ആയിരുന്നു, നീ ഇത്രയും കാലം എന്നിലായിരുന്നു, നീ എൻ്റെ ഹിതത്തിലായിരുന്നു. എന്നാൽ ഇന്ന് നിന്നെ കാണുവാനില്ല, നീ വളരെ അകലത്തിലാണ്. പാപം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു സെപ്പറേഷൻ, ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. ആ ബന്ധം ഇല്ലായ്മയാണ് പാപം എന്ന് പറയുന്നത്. പാപം 3 അർത്ഥത്തിൽ ഞാൻ വ്യാഖ്യാനം. അത് പുറമേയുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, അത് ഹൃദയത്തിന്റെ തലങ്ങളിലാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള വിഘാതമാണ്. മറ്റൊരു രീതിയിൽ നമുക്കതിനെ ചിന്തിക്കാൻ സാധിക്കും. അത് ഒമിഷനും കമ്മീഷനുമുണ്ട്. അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കമ്മീഷൻ, അത് പാപമാണ്, അത് ലംഘനമാണ്, അത് അതിക്രമമാണ്, ലംഘനമാണ്. മറ്റൊരു കാര്യം ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാതിരിക്കുന്നത്. ഒരു വേദഭാവം നമുക്ക് പരിചിതമാണല്ലോ, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത്. നന്മ ചെയ്യാൻ അറിയാം, നന്മ ചെയ്യേണ്ടുന്നതാണെന്നറിയാം, എന്നാൽ അത് ഒമിഷനാണ്, ചെയ്യാതിരിക്കുന്നു. ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാതിരിക്കുന്നത് അത് പാപമാണ്. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതും പാപമാണ്. ഈ തലങ്ങളിൽ പാപത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. സോ ഇത് ഒരു ശമ്പളം, ഒരു കൂലി കൊടുക്കുന്ന കാര്യം അല്ലെ. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മളവിടെ വായിച്ചു, അവർക്ക് കൂലി കൊടുക്കുന്നത് ന്യായമാണല്ലോ എന്നാണ് പറയുന്നത്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് നരകശിക്ഷ കൊടുക്കുന്നത് ന്യായമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായ കൂലിയാണ്, ശരിയായ വേതനമാണ് എന്നവിടെ പറയുന്നുണ്ട്. ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ശ്രദ്ധിച്ചോണേ, പകരം നൽകുന്നത്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതൊരു പകരം നൽകലാണ്, അതൊരു കൂലി കൊടുക്കലാണ്, അത് വേജസ്സാണ്, ശമ്പളമാണ്. അത് അവിശ്വാസികളായ സകല മനുഷ്യർക്കും വേണ്ടി സ്വരുക്കൂട്ടിയിരിക്കുന്നതാണ്. അത് അവർ തന്നെ നേടിയെടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഒരു ഭാഗം. എന്നാൽ മറുഭാഗം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന്റെ കൃപാദാനമോ, ദൈവത്തിന്റെ കൃപാദാനമോ. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് കൃപയാൽ
ദാനമായിട്ട് തന്നിരിക്കുന്ന കാര്യം, കൃപാദാനം. എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഓക്കെ, നാം വലിയ കടക്കാരായിരുന്നു. നമുക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ട ശമ്പളം മരണമായിരുന്നു. എന്നാൽ ഈ മരണത്തെ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ സ്വമേധയാ ഏറ്റെടുത്ത് അവൻ എന്ത് ചെയ്തു? അവൻ ക്രൂശിൽ അവൻ സഹിച്ചു തീർന്നു. നാം കൊലോസ്യലേഖനം 2:14 നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് വിരോധമായിട്ടുള്ള കയ്യെഴുത്ത് അവൻ നീക്കി. ഈ ക്യാൻസൽ ദി സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്റ്റ്. കടത്തിന്റെ സർട്ടിഫിക്കറ്റ്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, കടത്തിന്റെ സർട്ടിഫിക്കറ്റ്. നമുക്ക് ഓരോരുത്തർക്കും വിരോധമായിട്ട് എഴുതപ്പെട്ടിരുന്ന ന്യായവിധി ഉണ്ടല്ലോ, ശിക്ഷാവിധി ഉണ്ടല്ലോ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഈ ന്യായമായിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ ഒരു സർട്ടിഫിക്കറ്റ് യേശു കർത്താവ് താൻ എടുക്കുകയാണ്, ഏറ്റെടുക്കുകയാണ്. അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമായിരുന്ന, നമുക്കെതിരെ ഉണ്ടായിരുന്ന ഈ ഡെപ്റ്റ്, ഈ പാപത്തിന്റെ കടം. ലാൽ സാഹിബ് അങ്ങനെ പാടിയിട്ടുണ്ടല്ലോ, പാപക്കടം തീർക്കുവാൻ യേശുവിൻ രക്തം മാത്രം. ഇതൊരു കടബാധ്യതയുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് നമുക്ക് ഓരോരുത്തർക്കും എതിരെ എഴുതപ്പെട്ടിരുന്ന കാര്യമായി. ആ കടബാധ്യത യേശു കർത്താവ്, പാപത്തിന്റെ ശമ്പളം അവൻ ഏറ്റെടുക്കുക. അവൻ ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അല്ലെ, നമ്മുടെ പാപങ്ങളെയെല്ലാം യഹോവയായ ദൈവം പുത്രന്റെ മേൽ ചുമത്തി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവനെ പാപമാക്കി. നമ്മുടെ ന്യായമായിട്ടുള്ള പാപത്തിന്റെ കടം മുഴുവൻ അവൻ ക്രൂശിൽ ചുമന്ന് നീക്കി. മാത്രമല്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് പൂർത്തീകരിക്കപ്പെട്ടു. ഈ നിവൃത്തിയായി എന്നുള്ള ആ പദം, ടെറ്റലസ്റ്റായി എന്ന് പറയുന്ന, പെയ്ഡ് ഇൻ ഫുൾ എന്ന് പറഞ്ഞാൽ മുഴു അളവിലും അല്പം പോലും മിച്ചം വയ്ക്കാതെ, ബാക്കി വെക്കാതെ അത് കൊടുത്തു തീർത്തു. ഒരുപക്ഷെ നമ്മളൊരു കടയിൽ സാധനം മേടിക്കുമ്പോൾ ബുക്കിനകത്ത് എഴുതി വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കാശ് കൊടുക്കുന്ന സമയത്ത് എന്താ, അത് മുഴുവൻ വാങ്ങിയിട്ട് അതിന്റെ താഴെ എമൗണ്ട് പെയ്ഡ് ഇൻ ഫുൾ എന്ന് പറഞ്ഞിട്ട് അതുവരെയുള്ള കടം അത് എഴുതി തീർക്കുകയാണ്. അക്കൗണ്ട് സെറ്റിൽഡ് ഫോർ എവർ, എന്നേക്കുമായിട്ട് ആ കടബാധ്യത കർത്താവ് നമുക്ക് വേണ്ടി നീക്കി തന്നിരിക്കുക. അത് ക്രൂശിൽ അവൻ നമുക്ക് നിർവഹിച്ചു തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇത് നാം ഓർക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ക്രൂശിലെ യേശു കർത്താവിന്റെ പാപപരിഹാര ബലി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കുവാനായിട്ട് മതിയായ ധാരാളം കാരണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവൻ ആ ബാധ്യത തീർത്തതുകൊണ്ട്, ആ പാപത്തിന്റെ കടം തീർത്തതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? നമുക്ക് സൗജന്യമായിട്ട് ഒരു ദാനം നൽകിയിരിക്കുക. അതിനെ കൊരിന്ത്യർക്ക് 2 ലേഖനം 9:15 നമ്മൾ ഇതിനെ വായിക്കുന്നുണ്ട്. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. എന്താ ദാനം? ഈ ദാനം എന്ന് പറയുന്നത് നാം യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണമല്ലോ പുത്രനെ തന്നെ നൽകിക്കൊണ്ട് ഉള്ള ദൈവത്തിന്റെ ദാനം. പ്രിയമുള്ളവരെ, നമുക്ക് നൽകിയത് കേവലം എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ സാധനങ്ങളോ പൊസഷനോ ഒന്നുമല്ല. പുത്രനെ തന്നെ നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? അവൻ ഏറ്റവും വിലപ്പെട്ടത്, സ്വർഗത്തിന് ഏറ്റവും വിലയുള്ളത് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി മറുവിലയായിട്ട് നൽകി. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ്. അത് പറഞ്ഞു തീരാത്ത, ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്, പറഞ്ഞു തീരാത്ത ദാനം. അല്ലെ? അപ്പോസ്തല പ്രവൃത്തി 3:16 വാക്യത്തിൽ പത്രോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ? യു വിൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്. 2:38 അപ്പോസ്തല പ്രവൃത്തി 2. യഹൂദന്മാരോട് പറയുകയാണ്, തന്നെ ശ്രദ്ധിക്കുക, ആ പ്രസംഗം ശ്രദ്ധിച്ച മനുഷ്യരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് സ്നാനമേൽപ്പിൻ,
അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. നമ്മളൊരു പുത്രനെ നൽകിയത് മാത്രമല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആത്മദാനം നമുക്ക് നൽകിയിരിക്കുകയാണ്. പറഞ്ഞു തീരാത്ത ദാനം. എഫേസ്യർ 2:8 വാക്യത്തിൽ കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. രക്ഷ എന്നത് ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനം എന്ന വെളിപ്പാട് പുസ്തകം എനിക്ക് തോന്നുന്നു 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ദാനം, രക്ഷയുടെ ദാനം, അത് ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ ദാനം, അതിന്റെ വലിപ്പം നാം തിരിച്ചറിയാറുണ്ട്. എബ്രായ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇത്ര വലിയ രക്ഷ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. ദൈവം അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊന്ന് സാക്ഷി നിന്നത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് സാൽവേഷൻ, അത് ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഗലാത്യർ 2:20 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹു ലവ്ഡ് മീ ആൻഡ് ഗേവ് ഹിംസെൽഫ് ഫോർ മീ, തന്നെ തന്നെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ഈ രാത്രി സമയം ദൈവജനത്തിന്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാനം, ദൈവത്തിന്റെ ദാനം, ദൈവത്തിന്റെ കൃപാദാനം, അത് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. മുഴുവൻ അളവിൽ നമുക്ക് സാധ്യമല്ല, എന്നാൽ അത് ചിന്തിക്കും തോറും അവന്റെ കൃപയുടെ വലിപ്പത്തെ, അവന്റെ ദാനത്തിന്റെ വലിപ്പത്തെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ, എറ്റേണൽ ലൈഫ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്. ഈ ജീവൻ എന്ന് പറയുന്നത്, നമുക്കറിയാം, നമുക്ക് ജീവനുണ്ട് അല്ലെ. ഈ ജീവൻ എന്താണ്? താൽക്കാലികമായിട്ടുള്ളത്. ഈ ജീവൻ എന്ന് പറയുന്നത് എന്താ? മരണത്തോടുകൂടെ അവസാനിക്കുന്ന ഒരു ജീവനാണ്. എന്നാൽ നിത്യജീവൻ ദൈവം നമുക്ക് നൽകി. പലപ്പോഴും നിത്യജീവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചുമാണ് നിത്യജീവൻ, എറ്റേണൽ ലൈഫ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ശരിയാണ്, മരണശേഷമുള്ള ജീവൻ, എവർ ലാസ്റ്റിംഗ് ലൈഫ്, എന്നേക്കും നിൽക്കുന്ന ജീവൻ, ഇതെപ്പോഴാണ് ഒരു ദൈവവേദന ലഭിക്കുന്നത്? നിത്യജീവൻ എപ്പോഴാണ് ഒരു ദൈവവേദന ലഭിക്കുന്നത്? മരിച്ച ശേഷമാണോ, അതോ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണോ? അപ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്. പലപ്പോഴും നിത്യജീവൻ എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും മരണശേഷം ദൈവസനയിൽ നമുക്ക് ലഭ്യമാകുന്ന ജീവനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ജീവൻ എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്താണോ, അതോ നാം ഭൂമിയിൽ നിന്ന് വിടുമ്പോഴാണ്? അല്ല. നിത്യജീവൻ എന്ന് പറയുന്നത് ഭാവികാല ജീവനല്ല, അത് ഇന്ന് വിശ്വസിക്കുന്ന മാത്രയിൽ ഏതൊരു വ്യക്തിക്കും ലഭ്യമാകുന്ന ജീവനാണ്. ഓക്കെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:56, 5:24, 6:47, എന്റെ വചനങ്ങളെ കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. 6:47, ഹി ഹു ബിലീവ്സ് ഹാസ് എറ്റേണൽ ലൈഫ്. വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നാണ്. ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉണ്ടാകും, ലഭിക്കുമെന്നുള്ള അർത്ഥത്തിലല്ല. അവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രസന്റ് ലൈഫ്. നമുക്ക് നിത്യജീവൻ ഭാവി കാലത്ത് ലഭിക്കുന്നതല്ല. പിന്നെയോ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ നിത്യജീവൻ ഒരു വ്യക്തിക്ക് ലഭ്യമാകുക. ഇത് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഇതിനെക്കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണ നാം വച്ചു പുലർത്താറ്. നിത്യജീവൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന മാത്രയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:3 വാക്യത്തിൽ പുത്രനെ അറിയുന്നത് തന്നെ നിത്യജീവനാവും. ഇറ്റ് ഈസ് എ ലൈഫ് വെൻ വി കം ഇൻ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്. ഈ അറിയുക എന്ന് പറയുന്നത് നിങ്ങൾ വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. നോയിങ്, അറിയുക, പുത്രനെ അറിയുക, അത് ബൗദ്ധിക അറിവല്ല, അതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പേഴ്സണൽ നോളജാണ്. അതിനെയാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പൊ പുത്രനെ അറിയാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് പറയുമ്പോൾ, പുത്രനെ അറിയുന്നവന് ജീവനുണ്ട് എന്ന് പറയുമ്പോൾ
ദൈവവുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ജീവനാണ്. ഇത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വതവേ ഒന്നും ചെയ്യുവാൻ അല്ലെങ്കിൽ ഫലം കായ്ക്കുവാൻ കഴിയുക അല്ലെ. നമ്മൾ സാധാരണ എനിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ട്, യേശുനാഥ നിൻ കൃപയ്ക്ക് നിന്റെ ജീവന്റെ ഒരു അംശം എനിക്ക് ഏകിയതിന് എന്നും പറഞ്ഞിട്ടൊരു പ്രയോഗമാണ്. ജീവലതയായ നിന്നിൽ ഞാൻ എന്നും നിലനിൽപ്പാൻ എന്ന ഒരു സ്റ്റാൻസ് അതിനകത്ത്. വാസ്തവത്തിൽ ഒരു കൊമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ വള്ളിയുമായിട്ട് അല്ലെങ്കിൽ ആ തായ്ച്ചെടിയുമായിട്ട് ഉള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൊമ്പിന്റെ ജീവൻ കുടികൊള്ളുന്നത്. ശ്രദ്ധിച്ചോളൂ, ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുക, ആ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോൾ, ആ ബന്ധമില്ലെങ്കിലോ ആ കൊമ്പ് ഉണങ്ങിപ്പോവും, അതിന് ജീവനൊന്നുമില്ല. എന്നാൽ അതിന് ജീവൻ കൊടുക്കുന്നത് എന്താണ്? കൊമ്പിന്റെ പ്രസരിപ്പല്ല, പിന്നെ തായ്തടിയുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജീവൻ ലഭ്യമാകുന്നത്. അത് ക്രിസ്തുവിന്റെ ജീവനാണ്. നിന്റെ ജീവനിൽ ഒരു അംശം എനിക്ക് ഏകിയത് അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് സംശയം. ക്രിസ്തുവിന്റെ ജീവൻ തന്നെയാണ് നമുക്ക് അവൻ നൽകുക, പകരമായിട്ട് നൽകുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് ഞാൻ നല്ല ഇടയൻ ആകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി കുറച്ച് ജീവനെ കൊടുക്കുന്നു, ഏതാനും ജീവനെ കൊടുക്കുന്നു, അങ്ങനെയല്ല. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു, ലൈഫ് ഗിവിംഗ് സ്പിരിറ്റ്, ജീവൻ നൽകുന്ന ഒരു കർത്താവ്. ഓക്കെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രാർത്ഥനയും ആഗ്രഹവും ഒക്കെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ, ക്രിസ്തുവിന്റെ ശക്തിയെ അറിയണം എന്നുള്ളതാണ്. ദാറ്റ് ഐ മേ നോ ഹിം, ഞാൻ അവരെ അറിയേണ്ടതിന്. അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിയും തോറും അവനുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കും തോറും ആ ജീവന്റെ സമൃദ്ധി, ആ ജീവന്റെ അനുഭവം അവനിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം സജീവമായ ഒരു ബന്ധം നമുക്കുണ്ടാകുമോ അത്രത്തോളം ജീവന്റെ പ്രസരിപ്പും ഫലപ്രാപ്തിയും ഒക്കെ കൊമ്പിന് ഉണ്ടാകും. മത്തായി സുവിശേഷത്തില് 7-ാം അധ്യായത്തില് കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, അന്നാളിൽ അനേകർ വന്ന് എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയും, എന്താ കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി അനേക അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തു എന്ന് പലരും അന്നാളിൽ വന്ന് എൻ്റെ അടുക്കൽ വന്ന് പറയും. അപ്പൊ അവിടെ കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന്. കർത്താവിന് ഇവരെ അറിയില്ലായിരുന്നു. സകല മനുഷ്യരെയും കർത്താവിന്. എന്തുകൊണ്ടാണ് അവർ പുറന്തള്ളപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അവരെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയും? ക്രിസ്തുവുമായിട്ട് ഒരു സജീവ ബന്ധത്തിലേക്ക് അവർ വന്നിട്ടില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, നിത്യജീവൻ എന്ന് പറയുന്നത് അത് ക്രിസ്തുവിന്റെ ജീവനാണ്. അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിക്ക് ആ സമയത്ത് വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ ലഭ്യമാകുന്നതാണ്. ആ ബന്ധം പിരിയാബന്ധമാണിത് യുഗകാലം വരെയും എന്ന് നാം പാടും. പ്രിയമുള്ളവരെ, അത് ക്രിസ്തുവിന്റെ ജീവനാണ്. ഒരു വാക്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വായിച്ചോളൂ. ക്രിസ്തുവിന്റെ ജീവനല്ല, അത് വേറെ ജീവനാണ്, ഒരു ആഡഡ് ലൈഫാണ് എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിലേക്ക് കടന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 11-12. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. അപ്പൊ ഈ ജീവൻ പുത്രനിൽ നിന്ന് മാറ്റി കാണുന്ന ഒരു കാര്യമല്ല. ദൈവപുത്രൻ, ഇഫ് വി ആർ ഇൻ ക്രൈസ്റ്റ്, നാം ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ നിത്യജീവനുണ്ട്. നാം ക്രിസ്തുവിൽ ഇല്ല എങ്കിൽ നിത്യജീവൻ ഇല്ല.
അപ്പൊ നിത്യജീവൻ എന്ന് പറയുന്നത് പുത്രനുള്ളവന് ലഭിക്കുന്നതാണ്, പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ ലഭ്യമാകുന്നതാണ്. അത് പുത്രന്റെ ജീവനാണ്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇതാണ് നിത്യജീവൻ. അപ്പോ ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. തീർച്ചയായിട്ടും ഇത് മരണം കഴിഞ്ഞാലും പുനരുത്ഥാനം, അല്ലെങ്കിൽ പുനരുത്ഥാനം കഴിഞ്ഞാലും നിത്യതയോളം നിലനിൽക്കുന്ന ദൈവിക ബന്ധത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ഈ രാത്രി സമയം എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ ഡിസ്കഷനും നമ്മളിവിടെ അവസാനിപ്പിക്കുക. ഈ 6-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട അധ്യായം. ഇത് എന്ത് സന്ദേശമാണ് നമുക്ക് പിടിച്ചുകൊള്ളുവാനായിട്ടുള്ളത്? 5-ാം അധ്യായം വരെ വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ട് 3 മുതൽ 5 വരെ നീതീകരണത്തിന്റെ അനേക പാഠങ്ങളെ, ക്രിസ്തുവുമായിട്ട് നമുക്ക് ലഭിക്കുന്ന നീതീകരണം, റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്, ഇതൊക്കെ പറഞ്ഞിട്ട് 6-ാം അധ്യായത്തില് പ്രായോഗിക ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു ജീവനെക്കുറിച്ചും ഒരു സമർപ്പണത്തെക്കുറിച്ചും ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ചും നാം അറിയേണ്ട അനേക കാര്യങ്ങൾ പറയും. അങ്ങനെയാണെങ്കിൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ, കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ ശരിയായ ഒരു പ്രതികരണം നമ്മിൽ ഉണ്ടാകട്ടെ. ഈ ജീവന്റെ സമൃദ്ധി നാം അനുഭവിച്ചറിയുവാൻ, ഈ ജീവിത കാലയളവിൽ തന്നെ അനുഭവിച്ചറിയുവാൻ നമുക്ക് ഇടവരുമാറാകും. എന്നാൽ മറുവശം എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. അനേകർ പാപത്തിന്റെ ആ കുത്തൊഴുക്ക് അത് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ കൂലി വാങ്ങുവാനായിട്ട് അവർ ഡെസ്റ്റൈൻഡ് ആയിരിക്കുകയാണ്, അവര് നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അവരെയും ഉൾക്കൊള്ളുന്നതാണ്, അവരെയും മാടി വിളിക്കുന്നതാണ്, അവരെയും വീണ്ടും ജനനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്, അവരെയും നീതീകരണത്തിലേക്കും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്കും കൊണ്ടുവരുന്നതാണ്, അവരെയും നിത്യജീവന്റെ ഗുണഭോക്താക്കളാക്കി തീർക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അവരോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഈ കാലങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കും. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ കാലങ്ങൾ ഇനി വളരെ മുന്നോട്ട് പോകുമെന്ന് നാം വിചാരിക്കാം. കാലം അതിന്റെ അത്യത്തിലേക്ക് എത്തുന്നു. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധി, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാണ്. ഇതാ ഞാൻ വേഗത്തിൽ വരും. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുക, പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശുദ്ധീകരണത്തിനും ഒരു പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത്. അതിനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. അതിന് പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ വർദ്ധിതമായിട്ടുള്ള സാധ്യത അവിടെയുണ്ട്. ഒരുപക്ഷെ ഒരു കാരണവശാലും അതിന്റെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ള വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലേക്ക് ഒരു പ്രയാണം എപ്പോഴും ഒരു വിശ്വാസിക്ക് സാധ്യമാണ്. അതിനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തും.